ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് തെങ്കാശി ബസ് സ്റ്റാൻഡിലാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ ആദ്യം കണ്ടതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഇപ്പം സുന്ദരവാണ്ടിപുരത്താണ് സൂര്യകാന്തി പൂവ് കാണാൻ പോകുന്നത്. അന്നേരം ആ സൂര്യകാന്തി പൂവ് കാണാൻ പോകുമ്പം കാണാൻ പറ്റിയ ഒരു 5 സ്പോട്ടും കൂടാണ്, അടുത്തുള്ള ഒരു 5 സ്പോട്ടും കൂടെ വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു 5 സ്പോട്ടും കൂടാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവർക്കും പ്രയോജനം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അന്നേരം എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ആദ്യം പോകുന്നത് സുന്ദരപാണ്ടിപുരത്താണ്. സുന്ദരപാണ്ടിപുരത്ത് സൂര്യകാന്തി പൂ കാണാനാണ് ആദ്യം പോകുന്നത്. നമ്മൾ വന്ന ബസ്സാണ് പോയത്. നമ്മൾ സുന്ദരപാണ്ടിപുരം ജംഗ്ഷന് മുമ്പുള്ള സ്റ്റോപ്പിൽ ഇറങ്ങി. നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഇച്ചിരി ബാക്കിലോട്ട് നടക്കാനുണ്ട്. അവിടെ ആരോ വെച്ച ഒരു ബോർഡൊക്കെ കാണാൻ പറ്റും. അല്ലേ, ഒരു അപ്പച്ചനൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. പുള്ളിയാന്ന് തോന്നുന്നു കൊണ്ടുവിടുന്നത് നമ്മളെ. ഇവിടെ അങ്ങോട്ട് കയറുന്നതിന് ഒരാൾക്ക് 25 രൂപ. ആ, ഇവിടെ ആരെങ്കിലൊക്കെ വന്നാലേ വഴി കാണിച്ചു കൊടുക്കത്തില്ല, കൊണ്ടുപോയി കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം. സൂര്യകാന്തി പൂ കാണാൻ പോകാൻ 25 രൂപയാണെന്നാണ് അപ്പച്ചൻ പറഞ്ഞത്. അപ്പച്ചനാണ് എല്ലാവരെയും കൊണ്ടുപോയി കാണിക്കുന്നത്. ഇച്ചിരി ഉള്ളിലോട്ട് പോകണം, അതുകൊണ്ട് എല്ലാവരെയും പുള്ളിയാണ് കൊണ്ടുപോയി കാണിക്കുന്നതെന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 100 മീറ്റർ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നമ്മുടെ രണ്ടാമത്തെ സ്പോട്ട് വരുന്നത് അഗ്രഹാരമാണ്. ഇവിടുന്ന് വെറും 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ നമുക്കൊരു ലിഫ്റ്റ് കിട്ടി. ഈ കണ്ണിൻ്റെ പ്രശ്നം കണ്ടുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ചേട്ടൻ എന്നെ നമ്മളെ അവിടെ കൊണ്ടിറക്കി, അഗ്രഹാരത്ത് കൊണ്ടുവിട്ട്. നമ്മുടെ വിക്രം അഭിനയിച്ച അന്യൻ സിനിമയുണ്ടല്ലോ, അതിനകത്ത് അമ്പി എന്ന കഥാപാത്രം ഷൂട്ട് ചെയ്തത് ഇവിടാണ്. ആ സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടാണ്, ഈ ലൊക്കേഷനിലാണ്. നമ്മൾ ആ സിനിമ മറക്കാൻ സാധ്യതയില്ല. ഒട്ടുമിക്ക മലയാളികളും ആ സിനിമ മറക്കാൻ സാധ്യതയില്ല. ഈ ഭാഗത്തായിട്ടൊക്കെയാണ് അത് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഞാൻ അന്യൻ സിനിമയിൽ നിന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. വേറെ അനേകം സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചെറിയൊരു അഗ്രഹാരത്തിൻ്റെ ചുറ്റളവിൽ നമുക്ക് ഒരു പോസ്റ്റ് ഓഫീസും ഒരു കുളവും നമുക്കൊരു അമ്പലമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ 180 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ ശാന്തമായ അന്തരീക്ഷമാണ്. ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം നമുക്ക് കണ്ടാലേ മനസ്സിലാവും. പഴയ പാറ്റേൺ ഉണ്ടല്ലോ, നമ്മൾ പണ്ട് കാലത്തെ ആ പാറ്റേണിൽ നിർമ്മിച്ചതാണ്. നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് അന്യൻപാറയിലേക്കാണ്. ഇതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നമ്മുടെ സുന്ദരപാണ്ടിപുരം പോത്തില്ല, ആ റൂട്ടിൽ തന്നെയുള്ള സ്ഥലമാണിത്. അന്യൻ സിനിമയിൽ തന്നെ അണ്ടങ്കാക്ക കൊണ്ടക്കാരി പാട്ടുണ്ടല്ലോ, ആ സിനിമ ആ പാട്ടൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഈ കല്ലിൽ തന്നെ നമ്മുടെ തമിഴിലെ സൂപ്പർ സ്റ്റാറുകളുടെയൊക്കെ മുഖമൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്, അത് കാണാൻ പറ്റും. അതിനേക്കാളും വലിയ പ്രത്യേകത വരുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. പുറകുവശത്തുള്ള ആ ഒരു വ്യൂ ഈ ഒരു രക്ഷയില്ല. നമ്മൾ ഈ വീഡിയോ കാണുന്നത് പോലെയല്ല, ഇവിടെ വന്ന് നിൽക്കണം, ഒരു 10 മിനിറ്റ് നിൽക്കണം. വല്ലാത്തൊരു ഫീലാണ്. പാലക്കാടൊക്കെ ഇപ്പോൾ ചെന്ന് പെട്ട ഒരു ഫീലൊക്കെ ഉണ്ട്. പാലക്കാടിൻ്റെ ഒരു തനിമയൊക്കെ കാണാൻ പറ്റും. നമ്മുടെ അടുത്ത സ്പോട്ട് വരുന്നത് തിരുമലൈക്കോവിൽ. നമ്മുടെ പുഷ്പയൊക്കെ ഷൂട്ട് ചെയ്ത ക്ഷേത്രം ഉണ്ടല്ലോ, അത് ഇവിടെ വെച്ചാണ് പുഷ്പയൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത്. തിരുമല മുരുകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ 2 ചുറ്റുമതിലുള്ള ഈ ക്ഷേത്രത്തിലേക്ക് 2 പ്രവേശന കവാടങ്ങളാണുള്ളത്. നമുക്കിതിൻ്റെ മുകളിലോട്ട് സ്റ്റെപ്പ് കയറിയും പോവാം. ഇവിടെ വാഹനം വഴിയും പോകാം. വാഹനം മുകളിൽ ചെല്ലും, ഏറ്റവും ടോപ്പിൽ ചെല്ലും. അങ്ങനെയും പോകാം. നമ്മൾ സ്റ്റെപ്പ് കയറിയാണ് പോയത്. വാഹനമൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് പാർക്കിംഗ് ഫീ ഒക്കെ ഉണ്ട്, 50 രൂപ എന്തോ ആണ്. ഇവിടെ 625 പടി കയറിയാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ ചെല്ലുന്നത്. ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ചെറിയ തെങ്ങിൻ തോപ്പുകൾ, ഒരു ചെറിയ ഗ്രാമമൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും ടോപ്പിൽ പോയി ഇന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള ആ ഭംഗിയുണ്ടല്ലോ. നമ്മൾ പറയുമല്ലോ എവിടെ ചെന്നാലും ഒരു മലയാളി കാണുമെന്ന്. നമ്മൾ ഇവിടെ ചെന്നപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടത് മലയാളീസിനെയാണ്. കാരണം ഈ എല്ലാ മലയാളീസും, ഒട്ടുമിക്ക ഈ തെങ്കാശി വരുന്ന എല്ലാ മലയാളീസും ഇവിടെ കയറിയിട്ടേ പോകത്തുള്ളൂ. പിന്നെ വണ്ടി കയറി പോകുമെന്ന് പറഞ്ഞ ആ വഴി ഇതാണ്.
നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും 625 പടി കയറി ഇറങ്ങാൻ പറ്റണമെന്നില്ല. അന്നേരം വണ്ടിയിലും വണ്ടി വരുന്നവർക്ക്. നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ല സ്പോട്ടാണ് നമ്മൾ അടുത്ത് പോകുന്നത്, മെക്കാരെ വില്ലേജ്. ഇത് സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി ഒരു സ്പോട്ടാണ്. ഇവിടുന്ന് നമുക്ക് തിരിച്ചു പോകാൻ തോന്നത്തില്ല. അമ്മാതിരി ഒരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ലേ പാലക്കാടിൻ്റെ തനിമ, അതുപോലെ ഇതുപോലുള്ളൊരു സ്ഥലം നമുക്ക് പാലക്കാട് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ അടുത്ത സ്പോട്ട് വരുന്നത് അടവി നയനാർ ഡാം എന്ന് പറയും. ഈ നമ്മുടെ മെക്കാരെ വില്ലേജിൻ്റെ അടുത്തു നിന്നൊരു 4 കിലോമീറ്റർ മാറിയാണ്. മഴ ടൈമിലൊക്കെ വരുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ ഇവിടുത്തുള്ള കർഷകർക്ക് വേണ്ടി തുറന്നു വിടുന്നതാണ് ഈ ഡാം. നമ്മുടെ തിരുമലൈക്കോവിലും മെക്കാരെ വില്ലേജിലൊക്കെ വരുന്നവർക്ക് വരാൻ പറ്റിയ ഒരു നല്ല സ്പോട്ട് കൂടാണ്. അടുത്തുള്ളൊരു സ്പോട്ട് കൂടെ ആയതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്തേക്കുന്നത്. ഇത് 1996 പണി തുടങ്ങി 2002 പണി പൂർത്തീകരിച്ച് തുറന്നു കൊടുത്തത്. ഏകദേശം 51 മീറ്ററാണ് ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത്. നമ്മുടെ ലാസ്റ്റ് സ്പോട്ടാണ് കാശി വിശ്വനാഥർ കോവിൽ. രാവിലെ 6 മുതൽ 12 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെയുമാണ് ക്ഷേത്രം തുറന്നു കൊടുക്കുന്നത്. നമ്മൾ വന്നത് നല്ല ദിവസം തന്നെയാണ്. ഇവിടെ ഉത്സവമാണെന്ന് തോന്നുന്നു.